ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു തീവ്രമായ ഭയം അലയടിക്കും. കേരളത്തിന്റെയും കർണാടകയുടെയും അതിർത്തി ഗ്രാമങ്ങളെ രാത്രികാലങ്ങളിൽ വിറപ്പിച്ച ഒരു പേരുണ്ട്, റിപ്പർ ചന്ദ്രൻ. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർ, കവർച്ചയും കൊലപാതകവും ഒരുമിച്ച് നടത്തിയ, സ്വന്തം ഇരകളുടെ തല തകർത്ത് ആനന്ദിച്ച ഒരു ഇരുട്ടിന്റെ കൊലയാളി. ആരായിരുന്നു മുതുകുറ്റി ചന്ദ്രൻ എന്ന ഈ റിപ്പർ ചന്ദ്രൻ? കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് കരിന്തളത്താണ് 1950-ൽ ചന്ദ്രന്റെ ജനനം. ദാരിദ്ര്യവും ഒറ്റപ്പെടലുമായിരുന്നു അയാളുടെ ബാല്യം. 14-ാം വയസ്സിൽ നാടുവിട്ട ചന്ദ്രൻ കർണാടകയിലെത്തി. അവിടെ മോഷണവും കവർച്ചയുമായി ക്രിമിനൽ ജീവിതം തുടങ്ങി. 1985ഓടെയാണ് അയാൾ കൊലപാതകങ്ങളിലേക്ക് കടന്നത്. സ്ഥിരമായി ഒരു വീടിന്റെ പരിസരം നിരീക്ഷിക്കുക, ആരുമറിയാതെ രാത്രിയിൽ വാതിൽ തകർക്കുക, ശേഷം കയ്യിലുള്ള ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് ഇരകളെ കൊല്ലുക, ഇതായിരുന്നു ഇയാളുടെ രീതി. കവർച്ചയ്ക്കായി നടത്തിയ ഈ കൊലപാതകങ്ങളുടെ ക്രൂരതയാണ് ഇയാൾക്ക് റിപ്പർ എന്ന വിളിപ്പേര് നൽകിയത്. 1985-86 കാലയളവിൽ 14ഓളം കൊലപാതകങ്ങളാണ് ഇയാൾ നടത്തിയത്. ഇരകൾ കൂടുതലും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരും പ്രായമായവരുമായിരുന്നു. കർണാടകയിലെ ചിക്മഗളൂർ മുതൽ കാസർഗോഡ്, കണ്ണൂർ വരെയുള്ള പ്രദേശങ്ങൾ ഭീതിയിലായി. പുരുഷന്മാരില്ലാത്ത വീടുകൾ, റെയിൽവേ പാളത്തിനടുത്തുള്ള വീടുകൾ, ഇതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഓരോ കൊലപാതകത്തിനു ശേഷവും യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ഇയാൾ അപ്രത്യക്ഷനായി. പോലീസ് സംവിധാനം പോലും കുഴഞ്ഞു. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർ പോലും വീട്ടുകാരെ തനിച്ച് വീട്ടിൽ വിട്ടുപോകാൻ ഭയന്നു. അവരെ കൂടെ കൂട്ടേണ്ട സ്ഥിതിയിലായി. അതിനിടയിൽ ഒരു ദിവസം ചന്ദ്രൻ എന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് പറശ്ശിനിക്കടവിൽ വെച്ച് പിടികൂടി. എന്നാൽ ഒരു ലഹളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത മറ്റുള്ളവരെ വിട്ടയക്കുന്ന കൂട്ടത്തിൽ ചന്ദ്രനെയും പോലീസ് വിട്ടയച്ചു. ഏകദേശം 1 വർഷത്തോളം കേരള പോലീസിനും കർണാടക പോലീസിനും ഇയാളൊരു തലവേദനയായി. ഒരുപാട് രാത്രികളിൽ ആളുകൾ പേടിച്ച് വാതിലടച്ച് വീട്ടിലിരുന്നു. ഒടുവിൽ 1986 ഫെബ്രുവരി 26-ന് നിർണായകമായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടകയിലെ ചിക്മഗളൂരിൽ വെച്ച് റിപ്പർ ചന്ദ്രൻ പോലീസിന്റെ പിടിയിലായി. കേസ് വിചാരണ പൂർത്തിയായി. 1987-ൽ കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ജയിലിൽ വെച്ച് ചന്ദ്രന് മാനസികമായ മാറ്റങ്ങൾ വന്നതായി പറയപ്പെടുന്നു. എഴുത്തും വായനയും പഠിച്ച് ആത്മീയ പുസ്തകങ്ങൾ വായിച്ചായിരുന്നു അയാൾ തന്റെ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയത്. 1991 ജൂലൈ 6 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റി. ഇയാളാണ് കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പാക്കപ്പെട്ട പ്രതി. സ്വന്തം പാത തിരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച പിഴവുകളും അതുണ്ടാക്കിയ ഭീകരതയും ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠമാണ് റിപ്പർ ചന്ദ്രന്റെ ജീവിതം.